സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ മുരളിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഗൗരിയുമായിട്ട് ചെറിയൊരു ഉടക്കലുണ്ടാകുന്നുണ്ടെങ്കിലും മുരളിയുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. മുരളി, നീ എപ്പോഴും എൻ്റെ സുഹൃത്തായിരിക്കും. നിന്നെപ്പോലൊരു സുഹൃത്തിനെ കിട്ടിയത് ഞാൻ ഭാഗ്യവാനാണെന്നും എനിക്ക് എൻ്റെ ദേവിയെ പോലെ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞ് നന്ദനാണെങ്കിൽ മുരളിയുമായിട്ട് കുറേ നേരം മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഈ സമയം ഭാർഗവിക്കാണെങ്കിൽ പ്രഭയുടെ ഒരു മാറ്റത്തിൽ വലിയ സംശയങ്ങൾ തോന്നുകയാണ്. എന്തോ വലിയ ഡൗട്ട് തോന്നുന്നുണ്ട്. അതായത് രഹസ്യം ഒളിപ്പിച്ചു വെക്കുന്നത് പോലെയൊക്കെ തോന്നുകയാണ്. പ്രഭക്കുഞ്ഞ് എന്നോട് മാത്രം ഇതുവരെ ഒന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തുറന്നു പറയണം. എന്താ എന്താ പ്രഭയുടെ മനസ്സിലെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ദേവികയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം നന്ദൻ്റെ ആ മാറ്റം തന്നെയാണ്. അതായത് നന്ദനാവട്ടെ ഹാപ്പി ആയിട്ടാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, നന്ദു തീർച്ചയായിട്ടും മാറിയിരിക്കുന്നു അച്ഛാ. അവനിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ പഴയ നന്ദുവായിട്ട് തിരികെ വന്നിട്ടുണ്ടെന്നൊക്കെ. എന്തായാലും അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന സമയത്താണ് ഋഷിയെ കടത്തതിൻ്റെ വിഷമത്തിൽ അരുന്ധതിയാണെങ്കിൽ ആകെ നേറി കഴിയുന്നത്. അവർക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. ഇനിയിപ്പോൾ ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയോ, അല്ലെങ്കിൽ അവന് തന്നെ പിരിഞ്ഞ് അല്ലെങ്കിൽ പിണങ്ങി മാറി നിൽക്കുകയാണെന്നൊക്കെ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ അരുന്ധതിയിൽ വരുന്നുണ്ട്. പിന്നീട് ദേവിക പ്രതീക്ഷിക്കാത്ത സമയത്താണ് രാഷ്ട്രീയത്തിൽ നിന്നും വലിയൊരു സമ്മർദ്ദം ഉണ്ടാവുന്നത്. അതായത് ദേവിക നിരസിച്ച ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു വലിയ VIP യുടെ പ്രൊജക്റ്റ്, RK നായർ, അയാൾ ദേവിയേക്കാൾ മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിന് പെർമിഷൻ തരണമെന്നും ആ പ്രൊജക്റ്റ് നാട്ടിൽ നടപ്പിലാക്കാൻ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേവികയെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് നേതാവ് പറയുകയാണ് അതിൽ കരാർ ഒപ്പിട്ട് കൊടുക്കണം, ആ ഒരു സ്ഥാപനം ഇവിടെ വരണമെന്നൊക്കെ. അതൊരിക്കലും താൻ ചെയ്യില്ല എന്നിങ്ങനെ ദേവിക പറയുമ്പോൾ, അതെന്താ ദേവിക്ക് ചെയ്താൽ അത് പിന്നെ എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആൾക്കാരെ ഒരിക്കലും ഞാൻ ചതിക്കില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഈ സമയം നേതാവുമായിട്ട് ദേവിക ഉടക്കലിലാവുന്നുണ്ട്. എന്തായാലും ത്യാഗരാജൻ പറയുകയാണ്, ദേവിക താനിങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇയാൾ ആരാണെന്നറിയോ, വലിയ വലിയ പുള്ളിയാണ്, അദ്ദേഹത്തെ സോപ്പിട്ട് തന്ന കുറേ കാര്യങ്ങളുണ്ടാവുമെന്ന് പറയുമ്പോൾ, ത്യാഗരാജനെ പോലെയല്ല ഞാൻ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അവർക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയ്ക്കും ഞാൻ കാരണക്കാരി ആവില്ല എന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജൻ്റെ വായടപ്പിക്കുകയാണ്. എന്തായാലും സിദ്ധാർത്ഥിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. സിദ്ധ് പറയുന്നുണ്ട്, എത്രയൊക്കെ സമ്മർദ്ദം ഉണ്ടായാലും ഒരിക്കലും അതിൽ ഒപ്പിട്ട് കൊടുക്കരുത്, അത് വലിയ ആപത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത്, നാടും നാട്ടുകാരും മാത്രമാണ് നമുക്ക് സമ്പത്ത്, അതുകൊണ്ട് നാടിനെയും നാട്ടുകാരെയും ബാധിക്കുന്നത് പോലെ ഒന്നും ചെയ്യരുതെന്നൊക്കെ സിദ്ധു ദേവികയെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. ഇല്ല, ജീവൻ പോയാലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ ഭീഷണിയും നേരിടാൻ തയ്യാറാകണമെന്നും സിദ്ധു മുൻകരുതൽ കൊടുക്കുകയാണ്. പിന്നീട് പോലീസുകാർ അന്വേഷണം നിർത്തലാക്കിയത് അരുന്ധതി മനസ്സിലാക്കുകയാണ്. എത്രയും പെട്ടെന്ന് തൻ്റെ മകനെ കണ്ടെത്തണമെന്നും അതുപോലെ ദേവികയെ തന്നെ കണ്ട് സംസാരിക്കണമെന്നും അരുന്ധതി തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി CPയോട് പറയുകയാണ്, ദേവിക എനിക്കൊന്ന് കാണണം, എന്നിട്ട് അവളോടേക്ക് സംസാരിക്കണമെന്നൊക്കെ. ദേവികയെ കാണാൻ മാഡം അങ്ങോട്ട് പോവുകയാണോ? അതിന് ഞാൻ പോകുന്നത് ദേവികയെ കാണാൻ വേണ്ടിയിട്ടല്ല, സ്ഥലം MLA കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് ഞാൻ അങ്ങോട്ട് പോയില്ലേ മതിയാകൂ. എന്തായാലും ഞാൻ പോകുന്നു. അവിടെ ചെന്ന് അവളോട് കാര്യങ്ങൾ സംസാരിക്കും. എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം നിർത്തിയെന്നും ചന്ദ്രോത്ത് വീട്ടുകാർക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിൽ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇത് കേൾക്കുമ്പോൾ CPക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. കാരണം അയാൾക്ക് ഓൾറെഡി ഡൗട്ടുണ്ട്, എന്തെങ്കിലും വിധേനെ നമ്മുടെ CP എന്തെങ്കിലും വിധേനെ നമ്മുടെ ഋഷിയെ അപകടപ്പെടുത്തിയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് തന്നെ CPക്ക് ഡൗട്ടാവുകയാണ്. അത് അരുന്ധതിയോട് തുറന്നു പറയാനും അയാൾക്കാവുന്നില്ല. എന്തായാലും അരുന്ധതിയാണെങ്കിൽ ഈ ഒരു അപേക്ഷയുമായിട്ട് ദേവിയെ കാണാൻ പോകാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.